നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL 5 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായല്ലോ. 5 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായെന്ന് പറഞ്ഞാൽ പല ടീമുകളും 6 കളികളായി. പക്ഷെ നമ്മൾ എല്ലാ ടീമുകളും ഒരു റൗണ്ട് കളികൾ പൂർത്തിയാകുമ്പോഴാണ് പവർ റാങ്കിങ്ങുമായിട്ട് വരാറുള്ളൂ. ഇന്നലത്തോടു കൂടിയാണ് എല്ലാ ടീമുകളും 5 കളികളെങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ 6 കളികൾ കളിച്ച ടീം RCB ഉണ്ട്, SRH ഉണ്ട്, CSK ഉണ്ട്, KKR ഉണ്ട്. നിലവിലെ പോയിന്റ് പട്ടികയിൽ PBKS അപരാജിതരായിട്ട് 1-ാം സ്ഥാനത്ത് കുതിക്കുകയുമാണ്. നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. 5 റൗണ്ട് കഴിയുമ്പോഴുള്ള എപ്പിസോഡാണ്. അതായത് കളി തുടങ്ങും മുമ്പ് ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചാണ് 6ാമത്തെ എപ്പിസോഡ് ആവുന്നത്. ഓരോ പവർ റാങ്കിങ്ങിൻ്റെ എപ്പിസോഡുകളിലും നമ്മൾ വിശദീകരിച്ച് പറയാറുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതാണ്: പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് എന്ന് മനസ്സിലാക്കുക. ഓരോ ടീമിൻ്റെയും നിലവിലെ പെർഫോമൻസും അവരുടെ പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റിയും അവരുടെ ഇനിയുള്ള മത്സരങ്ങളുമൊക്കെ സമഗ്രമായി അപഗ്രഥിച്ച് നമ്മൾ കൂടുതൽ കിരീട സാധ്യത നിലവിൽ ആർക്കാണ് എന്ന് നോക്കുന്നതാണ് പവർ റാങ്കിങ്. കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തുടരുകയാണ്. നിങ്ങളുടെ പിന്തുണയാണ് റാഫ്റ്റോക്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോയിന്റ് പട്ടിക എങ്ങനെയാണെന്ന് നോക്കണം. പോയിന്റ് പട്ടികയിൽ PBKS മാത്രമാണ് അപരാജിതരായിട്ടുള്ളത്. 5 കളി കളിച്ചിട്ട് ഒരു കളിയും തോറ്റിട്ടില്ല. മഴ പെയ്തൊരു കളി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് 9 പോയിൻ്റ്, അവർ ഒന്നാമത്. 8 പോയിൻ്റുള്ള 2 ടീമുണ്ടെന്ന് RCB ഒന്ന് RRമാണ്. പക്ഷേ RCB ഒരു കളി അധികം കളിച്ചിട്ടുണ്ട്. പ്ലസ് 1.171 നെറ്റ് റൺ റേറ്റോടെ RCB രണ്ടാമതും. അവരെക്കാൾ കുറഞ്ഞ നെറ്റ് റൺ റേറ്റിൽ രാജസ്ഥാൻ റോയൽസ് മൂന്നാമതുമാണ്. 6 പോയിൻ്റുള്ള ടീമുകൾ 3 എണ്ണമുണ്ട്: SRHും DCയും GTയും. അതിൽ SRH 6 കളിയാണ് കളിച്ചിട്ടുള്ളത്. പ്ലസ് 0.566 നെറ്റ് റൺ റേറ്റിൽ അവർ 4-ാം സ്ഥാനത്താണെങ്കിൽ അതിനേക്കാൾ കുറവുള്ള നെറ്റ് റൺ റേറ്റുമായിട്ട് DC 5-ാമതും GT 6-ാമതും നിൽക്കുകയാണ്. CSKക്കും LSGക്കും 4 വീതം പോയിൻറ്റുകളുണ്ട്. ഇതിൽ CSK 6 കളികളും LSG 5 കളികളുമാണ് കളിച്ചത്. -0.78 നെറ്റ് റൺ റേറ്റോടെ CSK 7-ാമതും -0.804 നെറ്റ് റൺ റേറ്റോടെ LSG 8-ാമതുമാണ് നിൽക്കുന്നത്. MI 2 പോയിൻ്റോടെ 9-ാമതും. KKR ഇതുവരെ ഒരു കളിയും ജയിക്കാത്ത ഒരേ ഒരു ടീമായിട്ട് 6 കളികൾ കളിച്ചിട്ട് മഴ പെയ്ത് കിട്ടിയ ഒറ്റ പോയിൻ്റോടെ 10-ാമതും നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ പോയിൻ്റ് പട്ടിക. ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ, ഇതുവരെ ഒരു കളിയും ജയിക്കാത്ത ടീമിന് ഇനിയിപ്പോൾ കിരീട സാധ്യത കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ പവർ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്ത് KKR. കഴിഞ്ഞ നമ്മുടെ 4ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ 5-ാം എപ്പിസോഡിലും 10ാമത്തെ സ്ഥാനത്ത് KKR തന്നെയായിരുന്നു. ആ KKR ആ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പാണ്. ഇനി രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് അവർ ആദ്യ വിജയം സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ അവർ ആദ്യം CSKയോട് 32 റൺസിന് തോൽക്കുന്ന കാഴ്ചയുണ്ടായി. പിന്നാലെ GTയോട് 5 വിക്കറ്റിന് തോൽക്കുന്ന കാഴ്ചയുണ്ടായി. എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ പോകുന്ന പോലെയാണ് അവരുടെ കളി കാണുമ്പോൾ തോന്നുന്നത്. തൊട്ട് മുന്നിലൊന്നും പോസിറ്റീവായിട്ടുള്ളൊന്നും കാണാനില്ലാത്ത അവസ്ഥയിൽ ഇനിയിപ്പോൾ 13 എത്തിയിട്ട് ബൗളിങ്ങൊക്കെ മെച്ചപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പലപ്പോഴും അവർക്ക് ടീം കോമ്പിനേഷൻ പോലും നല്ല രൂപത്തിൽ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അലനു പകരം ടീം സിഫേർട്ടിനെ കഴിഞ്ഞ കളിയിൽ ഇറക്കി നോക്കി, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പരിക്ക് മാറി മടങ്ങിയെത്തിയ വരുൺ ചക്രവർത്തി ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ CSKക്കെതിരെയുള്ള കളിയിൽ മോശമില്ലാത്ത രൂപത്തിൽ പന്തെറിഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം GTക്കെതിരെ ഇമ്പാക്റ്റ് സബ്ബായിട്ടിറങ്ങി. എന്നാലും ആ പഴയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ? 4 ഓവറിൽ 34 റൺസ് 2 വിക്കറ്റാണ്. ആ പഴയ ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. സോ KKR ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അവർ 10-ാം സ്ഥാനത്ത്. 9-ാം സ്ഥാനത്ത് MI. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ MI 8-ാം സ്ഥാനത്തായിരുന്നു. MIയിൽ നമുക്ക് നല്ല വിശ്വാസമായിരുന്നു. അവരുടെ ടീമിൻ്റെ ശക്തിയും ഘടനയും ഒക്കെ കണ്ടിട്ടാണ് അത് അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ അർപ്പിച്ചത്. പക്ഷേ എവിടേക്കെയോ പിഴക്കുന്നു. MIയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഉന്നയിച്ചത് കഴിഞ്ഞ അവരുടെ കളിക്ക് ശേഷം അവരുടെ തന്നെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി ആണോ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കണം, ടീം എന്ന നിലയിലാണോ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കണം, പ്ലാനാണോ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കണം, ടഫ് കോളുകൾ എടുക്കേണ്ട സമയമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ആകെ വല്ലാതെ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് രോഹിത് ശർമ്മക്ക് പരിക്ക് കൂടി പറ്റിയിട്ടുള്ളത്. രോഹിത് ഇനിയും 2-3 മത്സരങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കുമെന്ന സ്ഥിതിയിലാണ്.
അപ്പോൾ എംഐക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. എംഐ 9ാം സ്ഥാനത്ത് നിൽക്കുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൽ. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് CSK. കഴിഞ്ഞ പവർ റാങ്കിൽ 7ആയിരുന്നു CSK. ഇപ്പോൾ 8 ആവാനുള്ള കാരണം ഇന്നലത്തെ കളി 10 റൺസിന് തോറ്റുകൊണ്ട് മാത്രമല്ല. പിന്നെന്താ പ്രശ്നം? പരിക്ക് അവരെ വല്ലാതെ വലക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഋതുവിൻ്റെ ഫോം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല. ബ്രവിസ് തുടക്കത്തിൽ 3 കളികൾ നഷ്ടമായിട്ട് വരികയാണ്. ഇന്നലെ അദ്ദേഹം മോശമായിരുന്നു, ശരി. MSDക്ക് പരിക്ക് പറ്റിയിട്ട് ഈ സീസണിൽ ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. എല്ലിസിന് പരിക്ക് പറ്റി റൂൾഡ് ഔട്ടായി. പകരം വന്ന സ്പെൻസർ ജോൺസൺ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുടരെ 2 കളികൾ ജയിച്ച് ട്രാക്കിലാവുന്നു എന്ന തോന്നലുണ്ടാക്കിയ ഘട്ടത്തിലാണ് ഖലീൽ അഹമ്മദിന് പരിക്ക് പറ്റിയത്. പകരം ആര്? അധികം വൈകാതെ തീരുമാനം വന്നേക്കും. എന്നാൽ പോലും ഖലീൽ അഹമ്മദ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് തുല്യമാവില്ല, ഉറപ്പാണ്. കഴിഞ്ഞില്ല. ഇപ്പോൾ ആയുഷ് മാത്രയ്ക്ക് പരിക്കിൻ്റെ സൂചനകൾ ഇന്നലത്തെ കളി നമ്മൾ കണ്ടതാണ്. ഹാംസ്ട്രിങ് ടിയർ ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന അവരുടെ ബാറ്റിംഗ് കോച്ച് മൈക്ക് ഹസിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മുന്നിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CSK നമ്മുടെ ഈ പവർ റാങ്കിങ്ങിൽ ഒരു സ്ഥാനം താഴേക്കിറങ്ങി 8ാം സ്ഥാനത്തേക്ക് വരികയാണ്. 7ാം സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജയൻസ്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിൽ 6ാമതായിരുന്നു LSG. ഇതാണ് ഇപ്പോൾ LSGയെ സംബന്ധിച്ചിടത്തോളം നോക്കുക, 2 മത്സരങ്ങൾ തുടരെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച. GTയോട് വളരെ കോംപ്രഹെൻസീവായിട്ട് 7 വിക്കറ്റിന് തന്നെ പരാജയപ്പെട്ടു. 8 പന്തുകൾ ശേഷിക്ക് 7 വിക്കറ്റിന്. അതിനുശേഷം RCBയോട് വളരെ വമ്പൻ തോൽവിയായിപ്പോയി. ഏതാണ്ട് 5 ഓവറുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിൻ്റെ വിജയമാണ് RCB സ്വന്തമാക്കുന്നത്. സോ എന്ത് പരിഹാരമാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കാണാനുള്ളതെന്നാണ് ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ മാർഷ് ഒന്ന് കുറച്ച് റൺ അടിച്ചു. അദ്ദേഹം ഫോം കിട്ടാതെ വല്ലാതെ വലയുന്ന കാഴ്ചയാണ് ഈ സീസണിലുടനീളം നമ്മൾ കണ്ടത്. ഇപ്പോൾ പതിയെ അദ്ദേഹം ട്രാക്കിലാവുന്നു എന്നൊരു ചോദ്യം. മർക്രം പക്ഷെ മോശമാവുന്നു. പന്തിൻ്റെ ഫോമൊക്കെ തിരികെ കിട്ടാൻ ഇനി എന്താണാവോ ചെയ്യുന്നത്? പന്ത് മാത്രമല്ല, പൂറിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. സോ മൊത്തത്തിൽ ടീം ഇനിയും കൃത്യമായ വ്യക്തമായ കോമ്പിനേഷൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് LSG ഒരു പടി താഴേക്ക് ഇറങ്ങുന്നു, 7ാമതാവുന്നു. SRH വാവ്, മികച്ച പ്രകടനം നിതീഷ് കുമാർ റെഡ്ഡി നടത്തുന്നു. ടീം മൊത്തത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണിക്കുന്നു. പോയിൻ്റ് പട്ടികയിൽ അവർ 4ാം സ്ഥാനത്താണ്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ SRH വരുന്നു 6ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ് പോലും 9ാം സ്ഥാനത്താണ് SRH ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബൗളിംഗ് പ്രശ്നങ്ങൾക്ക് അവർ ഏതാണ്ടൊരു പരിഹാരം കണ്ടെത്തുന്നു എന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. പ്രഫുൽ ഹിഞ്ചെ RRനെതിരെ തുടങ്ങി വെച്ച ബൗളിങ്, സാക്കിബ് ഹുസൈൻ്റെ പിന്നാലെയുള്ള ബൗളിങ്. ഇന്നലെ ഹിഞ്ചയ്ക്ക് അടി കിട്ടി, ശരിയാണ്. പക്ഷെ അപ്പോഴും മികച്ച പ്രകടനം തുടരുന്ന സാക്കിബ് ഹുസൈന് തീർച്ചയായിട്ടും IPL നല്ലൊരു ഭാവിയുണ്ട് എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും SRHൻ്റെ ശക്തി അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ്. ഒരാൾ ഫെയിലിയറായ പോലും മറ്റാൾ അടിക്കുന്നു എന്നുള്ളത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇഷാൻ കിഷൻ്റെ ക്യാപ്റ്റൻസി, മികച്ച ഫോം എല്ലാം കൂടി ചേരുമ്പോൾ ഏതാണ്ടൊക്കെ അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലാണുള്ളത്. സോ SRH ഈസ് അറ്റ് നമ്പർ 6. ദെൻ 5ാം സ്ഥാനത്ത് വരുന്ന GT ആണ്. കഴിഞ്ഞ പവർ റാങ്കിൽ 4ാമതുണ്ടായിരുന്ന GT ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വീഴുകയാണ്. ഒരു സ്റ്റെപ്പ് പുറത്ത് താഴേക്ക് വന്നു എന്ന് മാത്രം. പക്ഷെ അവർ തുടരെ കഴിഞ്ഞ 2 കളികളും ജയിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ടാണ് മാറ്റിയെടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അവർ താഴേക്ക് പോയി എന്ന് ചോദിച്ചാൽ അതിന് മുന്നോട്ട് കയറിയ DCയുടെ ബാറ്റിംഗ് പ്രകടനം കൊണ്ടാണ്, വിജയപ്രകടനം കൊണ്ടാണ്, ബാറ്റിംഗ് പ്രകടനം എന്നല്ല, വിജയപ്രകടനം കൊണ്ടാണ് ഒരു സ്ഥാനം താഴേക്ക് GT മാറിയതെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പ്രിൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ശുഭ്മൻ ഗില്ല് ഇപ്പോൾ എന്തൊരു ഫോമിലാണ് അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടരെ മിന്നും പ്രകടനങ്ങൾ നടത്തുന്നു. T20യിൽ താൻ അത്ര പോരാ എന്നുള്ള വിവാദം ആരൊക്കെ ഉണ്ടാക്കിയോ അവർക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു GTയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശുഭ്മൻ ഗില്ലിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ 50 പന്തുകളിൽ നിന്ന് 86 റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് അദ്ദേഹം KKRനെതിരെ കളിക്കുന്നത് കണ്ടു. അതൊക്കെയാണ് അവരുടെ വിജയത്തിൻ്റെ അടിത്തറയായി മാറിയിട്ടുള്ളത്. അടുത്ത 4ാം സ്ഥാനത്ത് DC ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ. ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ടില്ലേ? സ്റ്റബ്സും ഡേവിഡ് മില്ലറും ചേർന്നുള്ള ഫിനിഷിങ്. ഇത് കുറേ നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു കളിയിൽ മില്ലർ ഓടിയില്ല, കളി തോറ്റു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല. അദ്ദേഹത്തെ ഒരുപാട് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള അദ്ദേഹത്തെ അങ്ങനെ ഒറ്റ പ്രകടനം കൊണ്ട് എഴുതി തള്ളുന്നതിൽ അർത്ഥമില്ല. കൃത്യമായ അവസരം കിട്ടി, അത് RCBക്കെതിരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് DC വിജയിച്ച് കയറിയിരിക്കുന്നത്. നിലവിൽ മിന്നും ഫോമിലുള്ള RCBയെ അവർ പരാജയപ്പെടുത്തുന്നുള്ള ചില്ലറ കാര്യമല്ല. DC ഏതായാലും ഇതാ ഇപ്പം
മുന്നോട്ട് കയറി 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ DC 4-ാം സ്ഥാനത്ത് വരുന്നു. 3-ാം സ്ഥാനത്തോ? 3-ാം സ്ഥാനത്ത് RCB ആണ്. അപ്പോൾ RCBയിലൂടെ കഴിഞ്ഞ കളിയിൽ 6 വിക്കറ്റിന് തോറ്റത് ശരിയാണ്. ഒരു പന്ത് ശേഷിക്കെ അവർ 6 വിക്കറ്റിന് തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഒരു കളി തോറ്റു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എഴുതി തള്ളേണ്ട ടീമല്ല RCB എന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കളി തോറ്റു, ശരി. അതിനു മുമ്പ് അവർ തോറ്റ രാജസ്ഥാൻ റോയൽസിനോട് മാത്രമാണ്. ബാക്കി കളികളിലൊക്കെ വളരെ മികച്ച പ്രകടനം അവരുടെ താരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇനിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് RCB മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ RCB അറ്റ് നമ്പർ 3. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്പർ 2 ആയിരുന്നു. പക്ഷേ ഈ ഒരു തോൽവി അവരെ മുന്നിൽ ചെറിയ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ എന്നൊരു സംശയമുള്ളത് കൊണ്ട് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറക്കിയെന്ന് മാത്രം. രാജസ്ഥാൻ റോയൽസ് അറ്റ് നമ്പർ 2. രാജസ്ഥാൻ റോയൽസ് അറ്റ് നമ്പർ 2 എന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞ കളിയൊക്കെ അവർ തോറ്റിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, രാജസ്ഥാൻ റോയൽസ് കൃത്യമായൊരു കോമ്പിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ കോമ്പിനേഷൻ ഉലയുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ആ കോമ്പിനേഷൻ ഉലയാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും കുമാർ സംഗക്കാര ടീമിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ നമ്മൾ ഇപ്പം രാജസ്ഥാൻ റോയൽസിന് നമ്മൾ കൊടുക്കുന്നത് 2-ാം സ്ഥാനമാണ്. വൈഭവ് സൂര്യവംശിയുടെ മികവും പ്രകടനവും ഒക്കെ നമുക്കറിയാം. കഴിഞ്ഞ കളി അദ്ദേഹം മോശമായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ ഈ തള്ളുന്നതിൽ അർത്ഥമില്ല. കാരണം 57 റൺസിനാണ് കഴിഞ്ഞ കളിയിൽ ടീം തോറ്റത്, സമ്മതിക്കുന്നു. പക്ഷേ ബാക്കി കളികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ആ ഫോണുമായി ബന്ധപ്പെട്ട വിവാദം, മാനേജറുമായി ബന്ധപ്പെട്ടത്, അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ഫൈന് കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി ഒരു തരത്തിലും ആ ഒരു കേസിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുപോയിട്ടുമില്ല. സോ രാജസ്ഥാൻ റോയൽസ് വരും മത്സരങ്ങളിൽ മികവിലേക്ക് എത്തും. ഇന്നത്തെ കളിയിൽ അവർക്ക് KKRനെതിരെ എന്തോ പ്രകടനം നടത്താൻ പറ്റും, കാത്തിരുന്ന് കാണാം. ഒന്നാമത് അതൊക്കെ എന്ത് ചോദ്യമാണോ? PBKS തന്നെ എന്തൊരു കളിയാണ് PBKS കളിച്ചുകൊണ്ടിരുന്നത്. പ്രഭ്സിമ്രാൻ സിംഗ് ഒക്കെ വേറെ ലെവൽ ഹിറ്ററായി, മാത്രമല്ല ഫിനിഷിങ് കൂടി ഏറ്റെടുക്കാൻ തുടങ്ങി. ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് ഫോം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. മൊത്തത്തിൽ അവരുടെ ടീം കിടിലനാണ്. നമ്മൾ ഈ പവർ റാങ്കിങ് സീരീസ് ഇത്തവണ കളിക്ക് മുമ്പ് ആരംഭിച്ചത് മുതൽ 1-ാം സ്ഥാനത്താണ് PBKS നിൽക്കുന്നത്. അതിൻ്റെ കാരണം വെറുതെ അങ്ങ് തള്ളിമറിച്ച് പറയുന്നതല്ല. ഈ IPLലെ ഏറ്റവും ബാലൻസ്ഡ് ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് സ്ക്വാഡ് അത് PBKSൻ്റെ കയ്യിലാണ്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്പർ 1 PBKS. ഏറ്റവും അധികം കിരീട സാധ്യത നിലവിലെ പെർഫോമൻസ് വെച്ച് PBKSനാണ്. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറയാം. 1 PBKS, 2 രാജസ്ഥാൻ റോയൽസ്, 3 RCB, 4 DC, 5 GTR, SRH, 7 LSG, 8 CSK, 9 MI, 10 KKR. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം.